പൊങ്കലുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, സർക്കാർ സ്കൂളിലെ PTA ഭാരവാഹികൾ ഭക്തരുടെ വാഹനം പാർക്കുന്നതിന് വേണ്ടിയിട്ട് അന്യായമായ പിരിവ് 400-500 രൂപയ്ക്ക് വാങ്ങി പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. അതൊരു ഇത്രയും ഈ ജലലക്ഷണം പങ്കെടുക്കുന്ന ഒരു നഗരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി, അത് വളരെ മോശമായ സംഭവം. എന്താണ് മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? കേരളത്തിലെ PTA പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പുനർപരിശോധന നടത്തി പുതിയ ഒരു പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ബൈല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മാത്രമല്ല, പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെയും ബൈല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വർത്തമാന കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് PTA പ്രവർത്തന ശൈലിയിലും അധികാരങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ പുതിയ PTA ബൈലയിൽ വരും. യഥാർത്ഥത്തിൽ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷന് എവിടെ നിന്ന് എങ്ങനെ എത്ര കാശ് പിരിക്കുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിലുള്ള PTA നിയമാവലി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കാരണവശാലും സ്കൂൾ കാമ്പൗണ്ട്, കേരളത്തിലെ ഒരു സ്കൂൾ കാമ്പൗണ്ടും ഒരു കാരണവശാലും പാർക്കിംഗ് പ്ലേസിന് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളതേ അല്ല. എന്ന് മാത്രമല്ല, സ്കൂൾ ടൈമിന് കുട്ടികൾ അല്ലാതെ പുറത്തുനിന്നുള്ളവരാരും തന്നെ ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവ് കൊടുത്തിട്ടുള്ളതാണ്. SME സ്കൂളിൻ്റെ കാര്യം എൻ്റെ ശ്രദ്ധയിൽ നിലപ്പെട്ടു, ഉച്ചയ്ക്ക് തന്നെ പെട്ടപ്പോൾ തന്നെ ഞാൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. ഇത് അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു ഇത് മാത്രമല്ല, ഒരു ചെറിയ തട്ടുകളി നടത്തിപ്പുണ്ടായിരുന്നു പറഞ്ഞ് കേൾക്കുന്നു. അപ്പോൾ അത് എന്തായാലും അത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടിയ ഒരു പുതിയ അനുഭവമാണ്. പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനം ഈ രീതിയിലൊന്നുമല്ല പോവേണ്ടത്. അത്തരം ന്യായമായ അല്ലാത്തതും നിയമപരമായ അല്ലാത്ത പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനം കണ്ടാൽ അത് കഷ്ടമായ നടപടി എടുക്കും. അവരെ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഉത്തരവും ഗവൺമെൻറ് പുറപ്പെടുവിക്കും. ഇത് പൊങ്കലുമായി ബന്ധപ്പെട്ടാണ് ഈ തട്ടുകട നടത്തിയത് അവിടെ? അല്ല, എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അല്ല. ഒരു തട്ടുകട ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ പോലീസിനെ പറഞ്ഞു അത് സ്കൂളിൻ്റെ ക്യാമ്പസിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയാൻ പറഞ്ഞു. വകുപ്പ് ഈ പോലീസിന് അന്വേഷണം അല്ലാതെ വകുപ്പിന്റെ നടപടി എന്തെങ്കിലും ഉണ്ടാവുകയുണ്ട്? അല്ല, വകുപ്പ് ഇന്നലെ തന്നെ ഞാൻ നേരിട്ട് തന്നെ അവിടുത്തെ HM-നോട് പ്രിൻസിപ്പാളിനോട് സംസാരിച്ചു. അവർക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. നഗരം വൃത്തിയായതായി തോന്നുന്നുണ്ട്. പൊങ്കാലയ്ക്ക് ശേഷം പലയിടങ്ങളിലും മാലിന്യം നീക്കിയിട്ടില്ല. അല്ല, അതൊരു വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും കോർപ്പറേഷൻ അതിൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ ജീവനക്കാരും ഒക്കെ തന്നെ നന്നായി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഇത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരിക്കും. അതിനാലും ഞാൻ നിന്ന് തരുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.